സാഹചര്യം എത്ര പ്രതികൂലമായാലും അതൊന്നും പരിഗണിക്കാതെ തന്റെ സത്യസന്ദേശ പ്രചരണത്തിൽ വ്യാപൃതനായിരുന്നു റസൂലുള്ള. ത്വായിഫിൽ നിന്ന് മർദ്ദനമേറ്റ് മടങ്ങുന്ന അവസരം ശത്രുക്കളുടെ ഏറുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്തത്തിൽ കുതിർന്നിരിക്കുന്നു. റസൂലും കൂടെയുണ്ടായിരുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹുവും ഒരു തോട്ടത്തിൽ ഓടിക്കയറി. മക്കയിൽ പ്രവാചകന്റെ ശത്രുപക്ഷത്തുള്ള ഉത്ബയുടേതാണ് ആ തോട്ടം. പക്ഷെ പരിക്ക് പറ്റിയ പ്രവാചകന്റെ ദയനീയ ദൃശ്യം കണ്ട ഉത്ബക്ക് അപ്പോൾ ഒരു അനുകമ്പ തോന്നി. തന്റെ അടിമയായ അദ്ദാസിന്റെ അടുത്ത് ഒരു പാത്രത്തിൽ കുറച്ച് മുന്തിരി വെച്ച് അത് പ്രവാചകന് കൊടുക്കാൻ പറഞ്ഞു. അതുമായി അദ്ദാസ് പ്രവാചകന്റെ അടുത്തെത്തി. മുന്തിരി എടുത്ത പ്രവാചകൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പടച്ചവന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. അപ്പോൾ അദ്ദാസ് അത്ഭുതപ്പെട്ടു. എന്താണ് ഞാൻ ഇതുവരെ ഇവിടെ കേൾക്കാതിരുന്നൊരു കാര്യം പ്രവാചകൻ പറയുന്നത്? കൗതുകപൂർവ്വം അന്വേഷിച്ചു അദ്ദാസ്. പ്രവാചകൻ പറഞ്ഞു, ഇത് ലോകമാസകലം സൃഷ്ടിച്ച് പരിപാലിച്ചു വരുന്ന ദൈവത്തിന്റെ പേരാണ്. അവന്റെ പേരിൽ വേണമല്ലോ നാം ഭക്ഷിക്കാൻ. തിരിച്ച് പ്രവാചകനും ചില കുശലങ്ങൾ അന്വേഷിച്ചു. എന്താണ് നിന്റെ പേര്? അദ്ദാസ്. നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ നീനവക്കാരനാണ്. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, ഓ, യൂനുസിന്റെ നാട്ടുകാരനോ? അപ്പോൾ കൂടുതൽ അത്ഭുതം തോന്നി അദ്ദാസിന്. അദ്ദേഹം ചോദിച്ചു, യൂനുസിനെ എങ്ങനെ നിങ്ങൾക്കറിയും? ഞാൻ ഇത്രയും കാലം ഇവിടെ ചെലവഴിച്ചിട്ടും ഒരാളും എന്നോട് യൂനുസിനെ കുറിച്ച് അന്വേഷിച്ചില്ലല്ലോ. പ്രവാചകൻ പറഞ്ഞു, യൂനുസും ഞാനുമൊക്കെ ഒരേ പ്രവാചക കണ്ണിയിലെ ആളുകളാണ്. അവസാനത്തെ പ്രവാചകനായി അയക്കപ്പെട്ട ആളാണ് ഞാൻ എന്ന് പറഞ്ഞ് തന്റെ പ്രബോധനത്തിന്റെ സന്ദേശം വളരെ ചുരുങ്ങിയ വാചകങ്ങളിൽ ഉള്ള സമയം കൊണ്ട് പ്രവാചകൻ അദ്ദാസിന് പറഞ്ഞുകൊടുത്തു. അദ്ദാസിന് സത്യം ബോധ്യമായി. അപ്പോൾ തന്നെ പ്രവാചകനിൽ വിശ്വസിക്കുന്നതായി പ്രഖ്യാപിച്ചു. പക്ഷേ തന്റെ ഉടമയായ ഉത്ബയെ പേടിച്ച് കുറച്ചു കാലം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദാസിന് പരസ്യമായി തന്റെ വിശ്വാസം പ്രഖ്യാപിക്കാനായത്. പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാനുള്ള പാഠം, നമ്മുടെ ജീവിതത്തിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എപ്പോഴും നിർവഹിച്ചു കൊണ്ടിരിക്കുക, സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും എന്നതാണ്.